ഗൈസ്, അപ്പോൾ ചോള ഡൈനാസ്റ്റിയുടെ ക്രൗൺ ജ്വൽ തഞ്ചാവൂർ പെരിയ കോവിൽ മറാത്ത കാലഘട്ടത്തിൽ പണിഞ്ഞ ആദ്യത്തെ ഗോപുരവും കേരളത്തെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച കേരളാന്തകൻ തിരുവാസൽ എന്ന രണ്ടാമത്തെ ഗോപുരവും രാജരാജൻ തിരുവാസൽ എന്ന മൂന്നാമത്തെ ഗോപുരവും കടന്നാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുക. അമ്പലത്തിലേക്ക് എത്തിയാൽ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ നന്ദി സ്റ്റാച്ചു ആണ്. ഒറ്റക്കല്ലിൽ പണിഞ്ഞ ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ നന്ദി ശില്പമാണിത്. ഇത് ബൃഹദേശ്വര ടെമ്പിളിന് വേണ്ടി നായക ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കൽ പോലും നിലത്ത് വീഴാത്ത 80 ടൺ ഭാരമുള്ള മകുടമുള്ള സിമെൻറ്റോ മണ്ണോ പോലെ ബൈൻഡിങ് ഏജൻസ് ഒന്നുമില്ലാതെ കല്ലുകൾ ഇൻ്റർലോക്ക് ചെയ്ത് നിർമ്മിച്ച ബൃഹദേശ്വര ടെമ്പിൾ. എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്കിങ്ങനെ നോക്കിയിരുന്നു പോകും കേട്ടോ അമ്പലം. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയുള്ള അമ്പലവും ഇത് തന്നെയായിരുന്നേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. അപ്പോൾ പോകുമ്പോൾ തീർച്ചയായും വൈകുന്നേരങ്ങളിൽ പോകാൻ ശ്രമിക്കുക. നല്ല സൺസെറ്റ് കാണാൻ പറ്റും. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും ആയിരിക്കുമേ.